ഹലോ അസ്സലാമു അലൈക്കും. മിദിലാജ്, എന്താ വർത്താനം? ഞാൻ വയനാട്ടിൽ നിന്ന് ഇതിൻ്റെ മെസ്സേജിന് ലൈക്ക് അടിച്ചപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ വരാം. ഞാൻ ഇന്ന് വയനാട്ടിൽ നിന്ന് നാട്ടിൽ തിരിക്കുകയാണ്. ഞങ്ങൾ 3 ദിവസമായി വന്നിട്ട് ഇന്ന് രാത്രി തിരിക്കുക. സംഗതി 15 ദിവസം 20 ദിവസം ഇവിടെ നിന്നാലും ആളുകൾക്ക് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്താൽ കൊടുക്കാൻ കഴിയും. പക്ഷേ ഞാൻ എൻ്റെ ഇത് കണ്ടപ്പോൾ, മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങളെ സാന്ത്വനത്തിൻ്റെ ഒരു ഇടപെടലുണ്ടല്ലോ, ആ ദുരന്തമുഖത്ത്. അത് എങ്ങനെ അതിന് നന്ദി പറയണമെന്ന് നമ്മൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം അത്രയും നിസ്സാർത്ഥകരായ പ്രവർത്തകർ. നമ്മൾ സന്നദ്ധ സംഗതിയാണെങ്കിലും, കാരണം ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും മറ്റത് കറക്റ്റ് ടൈമിങ്ങിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഒരു പക്ഷേ നിങ്ങളെ സാന്ത്വനത്തിൻ്റെ ആ ഒരു ഭക്ഷണ രീതി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ ഒരു വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുമായിരുന്നു. കാരണം രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് മേലേക്ക് ചോറൊന്നും എത്തിയിട്ടില്ല. നമുക്ക് രാവിലെ ചായ കുടിച്ച് നിങ്ങളെ കട്ടൻ ചായയും കാര്യം കുടിച്ച് നമ്മൾ കഴിച്ച് മേലെ കയറിയതിൻ്റെ ശേഷം പിന്നെ നമുക്കങ്ങനെ അവിടെ ഇത് എത്തിയിട്ടില്ല. പിന്നെ 5 മണി 4 മണി 4:30 വരെയാണ് അവിടേക്ക് ഫുഡ് എത്തിയിട്ടില്ല. 5 മണി ആകുമ്പോൾ തിരിച്ചിറങ്ങുമ്പോഴാണ് നിങ്ങളാ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് എടുത്ത ഫുഡുകൾ കാര്യങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് ചായ താഴത്ത്, പിന്നെ ഇന്നൊക്കെ ഒരുപാട് അപ്പോൾ എവിടെ നോക്കുമ്പോഴും ആ ഭക്ഷണത്തിൻ്റെ നമ്മൾ എന്തായാലും നമ്മൾ നോക്കുമല്ലോ ആരൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത്. അതിലൊക്കെ സാന്ത്വനത്തിൻ്റെ പ്രവർത്തകർ നല്ല ആക്റ്റീവാണ്. അവിടെ ആ ദുരന്തമുഖത്ത് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, നിസ്വാർത്ഥകരായ സേവകരാണ്. നല്ല പെരുമാറ്റം, നല്ലൊരു ഇതിലൂടെ നമുക്ക് എല്ലാവിധ ഹെൽപ്പുണ്ടായി. നമ്മൾ ദുരന്തമുഖത്താണെങ്കിലും അവിടെയൊക്കെ സപ്പോർട്ടായിട്ട് സാന്ത്വനത്തിൻ്റെ പ്രവർത്തകരും. നിങ്ങളെ ഭക്ഷണ രീതി തന്നെ മെയിനായിട്ട് ഒരാൾക്കും ഒരു പട്ടിണി എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു പക്ഷേ നിങ്ങളെ ഒരു രീതി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറേ ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ എൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ എന്നോട് പറയാമെന്നുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.